ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. പുത്തൻചിറയിൽ 2020 പാർട്ടി പ്രതിനിധിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചില്ല. പലയിടങ്ങളിലും മുന്നണികൾക്ക് വിമത ശല്യം. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ശനിയാഴ്ച. കോർപ്പറേഷൻ കുട്ടൻകുളങ്ങര ഡിവിഷനിലെ BJP സ്ഥാനാർത്ഥി V ആതിരയെ മാറ്റി. M ശ്രീവിദ്യ പുതിയ സ്ഥാനാർത്ഥി. ഇരിഞ്ഞാലക്കുടയിൽ 4 ദിവസം നീണ്ടുനിന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. ആതിഥേയരായ ഇരിഞ്ഞാലക്കുട ഉപജില്ലയ്ക്ക് സ്വർണ്ണ കിരീടം. സമഗ്ര കവറേജിനുള്ള പുരസ്കാരം TCVക്ക്. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ ആക്രമിച്ച പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആക്രമണത്തിന് പിന്നിൽ സാമ്പത്തിക തർക്കമെന്ന് സൂചന. വാടകയ്ക്ക് കൊടുത്ത കാർ തിരിച്ചുപിടിക്കാനെത്തിയ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. ആലുവ പാനായിക്കുളം സ്വദേശി സോളമനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കാറിന്റെ ബോണറ്റിൽ പിടിച്ചു തൂങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച സോളമനെയും കൊണ്ട് കാർ ഓടിയത് 7 കിലോമീറ്ററോളം. മാളയിൽ പോസ്റ്റ് ഓഫീസിന്റെ കെട്ടിടത്തിന് തീപിടിച്ചു. ഫയലുകളും ഫർണിച്ചറും കത്തിനശിച്ചു. കൈപ്പമംഗലത്ത് അമിത വൈദ്യുതി പ്രവാഹത്തെ തുടർന്ന് വീടിനുള്ളിലെ ഉപകരണങ്ങൾ കത്തിനശിച്ചു. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ശനിയാഴ്ച നടക്കും. തുടർന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടിക വരണാധികാരികൾ പ്രസിദ്ധീകരിക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 24 അന്ന് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയാകും. മലയാളം അക്ഷരമാല ക്രമത്തിലാണ് സ്ഥാനാർത്ഥികളുടെ പേര് ബാലറ്റിൽ ഉൾപ്പെടുത്തുക. 2 ഘട്ടങ്ങളിലായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1ാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 9-നും 2ാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 11-നും നടക്കും. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായതോടെ ചാലക്കുടിയിൽ ഇരുമുന്നണികൾക്കും വിമത ശല്യം രൂക്ഷം. പരിയാരം കൊരട്ടി പഞ്ചായത്തുകളിൽ പല വാർഡുകളിലും കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥികളുണ്ട്. പരിയാരത്ത് 7 വാർഡുകളിൽ വിമത സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനെ വലയ്ക്കുന്നു. കുറ്റിക്കാട് ബ്ലോക്ക് ഡിവിഷനിലും റിബലുണ്ട്. വേളൂക്കരയിൽ CPI സ്ഥാനാർത്ഥി ടെൻസൻ വട്ടോലിക്കെതിരെ നിലവിലെ പഞ്ചായത്ത് അംഗം ഷിജു പത്രിക സമർപ്പിച്ചു. CPM അനുഭാവിയായ ഷിജു കഴിഞ്ഞ തവണയും വിമത സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ച് വിജയിച്ചത്. കൊരട്ടി പഞ്ചായത്തിൽ 9 സ്ഥലത്താണ് UDFന് ഭീഷണിയായി റിബൽ സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ സ്ഥിരം സമിതി അധ്യക്ഷയുമായ കുമാരി ബാലൻ മത്സരിക്കുന്നത് CPMനെയും വെട്ടിലാക്കി. കാടുകുറ്റി പഞ്ചായത്തിൽ വൈന്തല വാർഡിൽ CPM CPI സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയതും LDFിൽ ഭിന്നതയുണ്ടാക്കുന്നു. ചാലക്കുടി നഗരസഭയിൽ മൈത്രി നഗറിൽ കോൺഗ്രസിന്റെ നിലവിലെ കൌൺസിലർ ജോർജ് തോമസിനെതിരെ മറ്റൊരു കോൺഗ്രസ് നേതാവ് ബിൽഫി പത്രിക നൽകി. ആര്യ വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും പത്രിക നൽകിയത് UDFന് മറ്റൊരു പ്രതിസന്ധിയായി. TCV ന്യൂസ്, ചാലക്കുടി. മാള പുത്തൻചിറയിൽ 2020 പാർട്ടി പ്രതിനിധിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചില്ല. ഇതേ തുടർന്ന് സ്ഥാനാർത്ഥിയാകാനെത്തിയ വിജയലക്ഷ്മി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പൊട്ടിക്കരഞ്ഞു. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തുവെന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് പത്രിക തള്ളിയത്. പഞ്ചായത്തിലെ 14ാം വാർഡിലെ താമസക്കാരിയായ ഇവർ വീടിന്റെ പണി നടക്കുന്നതിനാൽ 11ാം വാർഡിൽ വാടക വീട്ടിലാണ് താമസമെന്ന് പാർട്ടി നേതാക്കൾ പറയുന്നു. ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ട് ജില്ലാ കളക്ടറോട് തീരുമാനമെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു. കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു എങ്കിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയില്ല എന്ന സാങ്കേതിക പ്രശ്നം പഞ്ചായത്ത് സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായതോടെ ചേലക്കര മേഖലയിൽ മുന്നണികൾക്ക് തലവേദനയായി വിമതപ്പട. കൊണ്ടാഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPI നേതാവുമായിരുന്ന PR വിശ്വനാഥൻ പാറമേൽപ്പടി വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. പഴയന്നൂരിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PC മനോജ് BJPയിലേക്കാണ് ചേക്കേറിയത്. ബ്ലോക്ക് ഡിവിഷനിലെ BJP സ്ഥാനാർത്ഥിയാണ് മനോജ്.
കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് സെക്രട്ടറി സുരേഷ് ബാബു പട്ടിപ്പറമ്പ് CPIയിൽ അഭയം തേടി. ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന കുണ്ടുകാട് ഉന്നതിയിലെ മറ്റൊരു സുരേഷ് ബാബു കോൺഗ്രസിലേക്കെത്തി തിരുവല്ലോമല ഡിവിഷനിൽ ബ്ലോക്ക് സ്ഥാനാർത്ഥിയുമായി. തിരുവല്ലോമലയിലെ മഹിളാ കോൺഗ്രസ് നേതാവ് മായ CPMൽ ചേർന്നു. CPI മുൻ ലോക്കൽ കമ്മിറ്റി അംഗം കാർത്തിക് BJPയിൽ ചേർന്ന് 1-ാം വാർഡ് കുത്താമ്പുള്ളിയിൽ ജനവിധി തേടുന്നു. CPI മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ആനപ്പാറ ചന്ദ്രനും BJPയിലേക്ക് ചേക്കേറി. ഇതിനിടയിൽ 2 വർഷം മുൻപ് CPIയിലേക്ക് പോയ ശേഷം മാപ്പപേക്ഷ നൽകി തിരിച്ചുവന്ന നേതാവുമുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന വിനോദ് പുളിക്കലാണ് തിരിച്ചുവന്നത്. TCV ന്യൂസ്, തിരുവല്ലോമല. തൃശൂർ കോർപ്പറേഷനിലെ കുട്ടൻകുളങ്ങര ഡിവിഷനിലെ BJP സ്ഥാനാർത്ഥിയെ മാറ്റി. M. ശ്രീവിദ്യയാണ് പുതിയ സ്ഥാനാർത്ഥി. നേരത്തെ പൂങ്കുന്നം കൗൺസിലറായിരുന്ന ഡോക്ടർ V. ആതിരയെ ആണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ആതിരയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ആതിരയുടെ അസൗകര്യാർത്ഥമാണ് മാറ്റിയത്. CPIയിൽ ചേർന്ന മുൻ BJP കൗൺസിലർ I. ലളിതാംബികയാണ് കുട്ടൻകുളങ്ങരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി. ഇരിഞ്ഞാലക്കുടയിൽ 4 നാൾ നീണ്ടുനിന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. വാശിയേറിയ പോരാട്ടത്തിൽ 994 പോയിന്റ് നേടി ആതിഥേയരായ ഇരിഞ്ഞാലക്കുട ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. 28ാം തവണയാണ് ഇരിഞ്ഞാലക്കുട ഉപജില്ല ഓവറോൾ കിരീടം നേടുന്നത്. 950 പോയിന്റ് നേടി തൃശൂർ ഈസ്റ്റ് ഉപജില്ല 2ാം സ്ഥാനം കരസ്ഥമാക്കി. 942 പോയിന്റുമായി കുന്നംകുളം ഉപജില്ല 3ാം സ്ഥാനം കരസ്ഥമാക്കി. സ്കൂൾ വിഭാഗത്തിൽ 311 പോയിന്റ് നേടി മതിലകം സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനം നേടി. 276 പോയിന്റ് നേടി ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും 275 പോയിന്റുമായി ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ടൗൺഹാളിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ജനറൽ കൺവീനറും വിദ്യാഭ്യാസ ഉപഡയറക്ടറുമായ PM ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നർത്തകി സാന്ദ്ര പിഷാരടി, എഴുത്തുകാരൻ ആനന്ദ് മധുസൂദനൻ, കൊമേഡിയൻ സൂര്യ സജു, ചലച്ചിത്ര താരം ക്ലെയർ C. ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഈസ്റ്റ് വിശിഷ്ട അതിഥികൾ മുന്നിലേക്ക് കയറി നിൽക്കാൻ അഭ്യർത്ഥിക്കുന്നു. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ TCVക്ക് അംഗീകാരം. 4 നാൾ നീണ്ടുനിന്ന 36ാമത് തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇരിഞ്ഞാലക്കുടയിൽ കൊട്ടിക്കലാശിച്ചപ്പോൾ TCVക്കും അഭിമാനാർഹമായ നേട്ടം. കലോത്സവത്തിന്റെ സമഗ്ര കവറേജിനുള്ള പുരസ്കാരമാണ് TCVക്ക് ലഭിച്ചത്. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമഗ്ര കവറേജിനുള്ള പ്രത്യേക പുരസ്കാരവും TCVക്കാണ്. ഈ മംഗളവേളയിൽ സമഗ്ര റിപ്പോർട്ടിങ്ങിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാൻ TCV സീനിയർ ബ്യൂറോ ചീഫ് മുകേഷ് ലാലിനെയും സഹപ്രവർത്തകരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രധാന വേദിയായ ടൗൺഹാളിൽ നടന്ന സമാപന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ട്രോഫി സമ്മാനിച്ചു. TCV തൃശൂർ ബ്യൂറോ ചീഫ് മുകേഷ് ലാൽ, പ്രോഗ്രാം പ്രൊഡ്യൂസർ സൂരജ് കൃഷ്ണ എന്നിവരുടെ നേതൃത്വത്തിൽ ടീം TCV പുരസ്കാരം ഏറ്റുവാങ്ങി. കലാനഗരിയിലെ ഓരോ പ്രകടനങ്ങളും വിശേഷങ്ങളും വാർത്തകളായും പ്രോഗ്രാമുകളായും പ്രത്യേക കലോത്സവ വാർത്താ ബുള്ളറ്റിനുകളായും ചാനലിലൂടെയും TCVയുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും മറ്റും തത്സമയ സംപ്രേഷണമായും TCV പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. കലോത്സവ നഗരിക്കും അപ്പുറത്തേക്ക് കലാമാമാങ്കത്തെ സമഗ്രമായി തന്നെ എത്തിക്കാൻ TCVയുടെ ടീം ഒറ്റക്കെട്ടായി നടത്തിയ പരിശ്രമത്തിനുള്ള അംഗീകാരം കൂടിയായി മാറി കലോത്സവ സംഘാടക സമിതി സമ്മാനിച്ച പുരസ്കാരം. മികച്ച സംഘാടനത്തിലൂടെ കലോത്സവം മികവുറ്റതാക്കിയ സംഘാടക സമിതിയുടെ പരിപൂർണമായ പിന്തുണയ്ക്കും ഓരോ കലാപ്രതിഭയ്ക്കും ഇരിഞ്ഞാലക്കുടയ്ക്കും ടീം TCVയുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇടവേള. വർഷം മുമ്പ് മാത്രം തുടങ്ങിയ ചാനൽ എന്നുള്ളൊരു പരിമിതി ന്യൂസ് മലയാളത്തിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. RDX എന്ന പ്രോഗ്രാം 8 മണിക്ക് അത് കാണുന്നുണ്ട്. നല്ല പ്രോഗ്രാമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ചാനലാണ്. വീട്ടുകാരെല്ലാവരും കാണലുണ്ട്. നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ തോന്നിയത് വാർത്തകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ന്യൂസ് ഇതാണ് വെക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കേരളം പറയുന്നു, എല്ലാരും കാണുന്നത് ന്യൂസ് മലയാളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും.
SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു. രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരൻ സുനിലിനും ഡ്രൈവർ അജീഷിനുമാണ് വെട്ടേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ തൃശൂർ വെളപ്പായിൽ സുനിലിന്റെ വീടിന് മുന്നിൽ വെച്ചാണ് സംഭവം. സുനിലിന്റെ വീടിന് മുൻപിൽ വെച്ച് കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറക്കുന്നതിനിടെയാണ് ഇരുട്ടിൽ പതിയിരുന്ന 3-അംഗ സംഘം വാളുപയോഗിച്ച് ഇരുവരെയും വെട്ടിയത്. സുനിലിന്റെ കാലിനും ഡ്രൈവറുടെ കൈയിനുമാണ് വെട്ടേറ്റത്. പരിക്കേറ്റ ഇരുവരെയും ആദ്യം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ ദയ ആശുപത്രിയിലേക്കും മാറ്റി. പരിക്ക് ഗുരുതരമല്ല. ഇരുവരെയും വെട്ടിയ ശേഷം അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടു. സുനിൽ 10 വർഷത്തോളമായി രാഗം തിയേറ്റർ വാടകയ്ക്കെടുത്ത് നടത്തുകയാണ്. പ്രതികളെ പിടികൂടുന്നതിനായി മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. TCV ന്യൂസ്, തൃശൂർ. വാടകയ്ക്ക് കൊടുത്ത കാർ തിരിച്ചു പിടിക്കാനെത്തിയ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. കാറിന്റെ ബോണറ്റിൽ തൂങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച ആലുവ പാനായിക്കുളം സ്വദേശി കുടിയൻ വീട്ടിൽ സോളമനെയും കൊണ്ട് കാർ ഓടിച്ചത് 7 കിലോമീറ്റർ ദൂരം. എരുമപ്പെട്ടിയിലാണ് ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത്. നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് കാർ തടഞ്ഞ യുവാവിനെ രക്ഷപ്പെടുത്തി. പോട്ടൂർ സ്വദേശി നാലകത്ത് വീട്ടിൽ ബക്കറാണ് കാർ ഓടിച്ചിരുന്നത്. ബക്കറിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഒക്ടോബർ 20-നാണ് ബക്കർ വിവാഹ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് സോളമന്റെ കാർ റെന്റിനെടുത്തത്. പിന്നീട് കാർ തിരികെ നൽകാൻ തയ്യാറായില്ല. സോളമൻ ബിനാനിപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു. GPS ലൊക്കേഷൻ നോക്കി അന്വേഷണം നടത്തിവരുന്നതിനിടയിൽ കാർ എരുമപ്പെട്ടി വെള്ളറക്കാട് പ്രദേശത്ത് കാണുകയും തടയുകയും ചെയ്തു. ഇതിനിടയിലാണ് കാർ മുന്നോട്ടെടുത്ത് സോളമനെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചത്. രക്ഷപ്പെടാൻ വേണ്ടി സോളമൻ കാറിന്റെ ബോണറ്റിലേക്ക് ചാടിക്കയറി വൈപ്പറിൽ തൂങ്ങി പിടിച്ചു കിടന്നു. എന്നാൽ കാർ നിർത്താതെ ബക്കർ അതിവേഗത്തിൽ ഓടിച്ച് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്നു. ഇതിനിടയിൽ സോളമൻ ദൃശ്യങ്ങൾ തന്റെ മൊബൈൽ ഫോണിൽ പകർത്തി. ഒക്ടോബർ മാസം 30 കല്യാണാവശ്യം എന്ന് പറഞ്ഞിട്ട് വണ്ടി കൊണ്ടുപോയ വണ്ടിയാണ്. ഈ വണ്ടി കാണാതായിട്ട് ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. അതിനുശേഷം ഇവിടെ വെച്ച് ഈ വണ്ടി കണ്ടപ്പോൾ ഞാൻ വട്ടം നിന്നു സംസാരിക്കാൻ പോയ ആളെ ഇടിച്ചിട്ടു. അപ്പൊ ആ ഇടിച്ചിന്റെ പുറത്ത് ഞാൻ ഈ വണ്ടിയുടെ മുകളിലേക്ക് ചാടി കയറി. ആ കണ്ടീഷനിൽ തന്നെ ഒരു 10 കിലോമീറ്ററിൽ ഓടിച്ചു പുള്ളി. പിന്നെ ഇവിടെ നാട്ടെല്ലാം കൂടി വട്ടം ചേർന്നിട്ടാണ് ഈ വണ്ടി പിടിച്ചിരുത്തിയതും എല്ലാം. ഇപ്പൊ എനിക്ക് ജീവൻ അന്വേഷിച്ചിട്ട് അതിങ്ങനെ കൊന്നാണ് ഇയാളുണ്ട്. നാട്ടുകാർ പലയിടത്ത് വെച്ച് കാർ തടയാൻ ശ്രമിച്ചെങ്കിലും ബക്കർ കാർ നിർത്തിയില്ല. തുടർന്നാണ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് കാർ തടഞ്ഞത്. സംഭവത്തെക്കുറിച്ച് എരുമപ്പെട്ടി പോലീസ് വിശദാന്വേഷണം നടത്തി വരികയാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. മാള പോസ്റ്റ് ഓഫീസിന്റെ കെട്ടിടത്തിന് തീപിടിച്ച് ഫയലുകളും ഫർണിച്ചറും കത്തിനശിച്ചു. ഓഫീസ് കെട്ടിടത്തിന്റെ പിൻഭാഗത്താണ് വെള്ളിയാഴ്ച രാവിലെ 6ഓടെ ആദ്യം തീ കണ്ടത്. മാളയിൽ ജൂത ആവാസത്തിന്റെ ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടത്തിലാണ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് ഓടുമെഞ്ഞ മേൽക്കൂരയിലാണ് തീ കണ്ടത്. തകർച്ചയിലുള്ള കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് ചോർച്ച തടയുന്നതിനായി പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞിട്ടുണ്ട്. കെട്ടിടത്തിന്റെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളിൽ നിന്നുള്ള കരിയിലകൾ ഈ ഭാഗത്ത് കൂടിക്കിടക്കുന്നുണ്ടെങ്കിലും തീ പിടിച്ചിരുന്നില്ല. പഴയ കെട്ടിടത്തിൽ ഇറക്കിയെടുത്ത ഭാഗത്ത് ആദ്യം തീ കണ്ടത് ചുമട്ടുതൊഴിലാളിയായിരുന്നു. ഉടനെ തന്നെ പോലീസിലും അഗ്നിരക്ഷാ സേനയിലും അറിയിച്ചു. എന്നാൽ പോസ്റ്റൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പർ പുറത്തു പ്രദർശിപ്പിക്കാത്തതിനാൽ ആദ്യം ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. പോലീസും അഗ്നിരക്ഷാ സേനയും എത്തിയാണ് വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറി തീ അണച്ചത്. തീയും പുകയും വ്യാപിച്ചതോടെ നിരവധി ഫയലുകളാണ് നശിച്ചത്. തീ പിടിക്കാനുണ്ടായ കാരണം വ്യക്തമായിട്ടില്ല. പോസ്റ്റൽ വകുപ്പ് ഇരിങ്ങാലക്കുട ഡിവിഷൻ ഉദ്യോഗസ്ഥരും മാള പോലീസും പരിശോധന നടത്തി. നഷ്ടം കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പോസ്റ്റൽ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. TCV ന്യൂസ്, മാള. കയ്പമംഗലത്ത് അമിത വൈദ്യുതി പ്രവാഹത്തെ തുടർന്ന് വീടിനുള്ളിലെ വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചു. കണ്ടേങ്ങാട്ടിൽ സാജന്റെ വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളാണ് കത്തിനശിച്ചത്. KSEBയുടെ 33 kV ടവർ ലൈനിൽ നിന്നാണ് അമിത വൈദ്യുതി പ്രവാഹമുണ്ടായത്. കാക്കയ്ക്ക് ഷോക്കേറ്റതിനെ തുടർന്നാണ് സംഭവമെന്ന് സംശയിക്കുന്നു. സാജന്റെ വീടിനോട് ചേർന്നാണ് 33 kV ടവർ ലൈൻ കടന്നുപോകുന്നത്. ഇതിൽ കാക്ക ഇടിച്ച് ഷോക്കേറ്റ് വീഴുകയായിരുന്നു. ഇതോടെ അമിത വൈദ്യുതി പ്രവാഹമുണ്ടാവുകയും വീട്ടിലെ വൈദ്യുതി മീറ്റർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കത്തിനശിക്കുകയുമായിരുന്നു. സംഭവസമയം വീടിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഉഗ്രശബ്ദത്തോടെയാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്ന് വീട്ടുകാർ പറഞ്ഞു. 1 വർഷം മുൻപും സമാനമായ രീതിയിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം അപകടമുണ്ടായെന്നും 1.5 ലക്ഷം രൂപ ചിലവാക്കിയാണ് വയറിംഗ് പൂർണ്ണമായും മാറ്റിയത് എന്നും വീട്ടുടമ പറഞ്ഞു. തൊട്ടടുത്ത വീടുകളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ആരോഗ്യ സർവകലാശാല സിൻഡിക്കേറ്റിൽ എല്ലാവരും വിദ്യാഭ്യാസ വിദഗ്ധരായതുകൊണ്ടാണ് അവിടെ കലാപം ഇല്ലാത്തതെന്ന് VC മോഹനൻ കുന്നുമ്മൽ. എന്നാൽ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൽ മുഴുവൻ രാഷ്ട്രീയക്കാരാണെന്നും അതുകൊണ്ടാണ് അവിടെ ലഹള നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച MO ജോൺ അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നിർവഹിക്കുകയായിരുന്നു VC. കുട്ടനല്ലൂരിൽ കുഴഞ്ഞുവീണ യുവാവിന് CPR നൽകി ജീവൻ രക്ഷിച്ച ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ 6 ഡോക്ടർമാരെയും വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ച 13 പേരെയും ചടങ്ങിൽ ആദരിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് TS പട്ടാഭിരാമൻ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രസിഡന്റ് NI വർഗീസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. സെക്രട്ടറി സോളി തോമസ് കവലക്കാട്ട്, KM പരമേശ്വരൻ, ട്രഷറർ ഷൈൻ തറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. പിന്നീട് നന്നായി വികസിക്കാൻ ഇടയാകും. ഇന്ന് തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമാണ്, അത് നമ്മൾ എല്ലാ തരത്തിലും പറയാറുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ തലസ്ഥാനം കൂടി ആയി മാറി. കേരളത്തിൽ ആദ്യമായി സൈബർ തട്ടിപ്പിൽ നഷ്ടപ്പെട്ട 10 ലക്ഷം രൂപയിലധികം മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസി തൃശൂർ റൂറൽ പോലീസ് തിരികെ പിടിച്ചു. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ, റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. ഇരിഞ്ഞാലക്കുട സ്വദേശിയിൽ നിന്ന് 1,12,00,000-ലധികം രൂപ തട്ടിയെടുത്ത കേസിലാണ് നടപടി. 2023 നവംബർ 24 മുതൽ 2024 ജനുവരി 28 വരെയുള്ള കാലയളവിലാണ് തട്ടിപ്പ് നടന്നത്. നാഷണൽ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. വയലാർ രാമവർമ്മ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ 25ാമത് വയലാർ രാമവർമ്മ അവാർഡ് നൈറ്റ് സംഘടിപ്പിച്ചു. ഗാനരചയിതാവ് വയലാർ ശരത് ചന്ദ്രവർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. വയലാർ ഫൗണ്ടേഷൻ രക്ഷാധികാരി കണ്ണൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു. 25ാമത് വയലാർ രാമവർമ്മ പുരസ്കാരം പ്രശസ്ത പിന്നണി ഗായകൻ ബിജു നാരായണന് സൂര്യഭാരതി ഗ്രൂപ്പ് ചെയർമാൻ KP മനോജ് കുമാർ സമർപ്പിച്ചു. കർമ്മശ്രേഷ്ഠ, ഗുരുശ്രേഷ്ഠ തുടങ്ങിയ പുരസ്കാരങ്ങളുടെ സമർപ്പണവും ചടങ്ങിൽ നടന്നു. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ, വയലാർ ഫൗണ്ടേഷൻ ചെയർമാൻ ഉണ്ണി വിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ബിജു നാരായണൻ നയിച്ച വയലാറിന്റെ മികച്ച ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഗീത വിരുന്ന് അരങ്ങേറി. എനിക്കറിയില്ല, പക്ഷേ കിട്ടിയതെന്ന് ഒരിക്കലും തലക്കറിയില്ല. സന്തോഷപൂർവ്വം മേടിക്കുകയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. ഇനി കലോത്സവ വാർത്തകൾ. കലോത്സവത്തിൽ ചന്തം നിറച്ച് പൂരക്കളി ആവേശമായി. അനുഷ്ഠാന കലാരൂപമാണ് പൂരക്കളി. നൂറ്റാണ്ടുകൾക്ക് മുന്നേ മുതൽ നിലനിന്നിരുന്ന കലാരൂപം. ശങ്കരനാരായണീയം എന്നും ഈ കലയ്ക്ക് പേരുണ്ട്. പാട്ടിനനുസരിച്ചുള്ള ചുവടും അംഗക്രിയകളുമാണ് പൂരക്കളിയുടെ കാതൽ. ഉത്തരമലബാറിൽ പൂരം നടക്കുന്ന ദിവസങ്ങളിൽ യുവാക്കൾ അവതരിപ്പിച്ചിരുന്ന ഒരു വേല. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകളാണ് പാട്ടുരൂപത്തിൽ അവതരിപ്പിക്കുന്നത്. മെയ്വഴക്കവും പ്രകടനവും കൊണ്ട് ആസ്വാദകരെ ഹരം കൊള്ളിക്കുന്ന കലാരൂപം. പൂരക്കളി വെറുമൊരു കളിയല്ല, നല്ല മെയ്വഴക്കം വേണം. കളരിയോളം മെയ്വഴക്കം. ഉത്തര കേരളത്തിൽ
സജീവമായിരുന്ന പൂരക്കളി കലോത്സവം വന്നതോടെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമെല്ലാം ഇപ്പോൾ പരിചിതമാണ്, ആളുകൾക്ക് ഇഷ്ടമാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ഷിബി പോട്ടോനോടൊപ്പം മുകേഷ് ലാൽ. ഗ്രാമീണ തനിമയോടെ നാടോടി നൃത്തവേദി. കലോത്സവത്തിൽ ഏറ്റവും ജനപ്രിയ ഇനങ്ങളിലൊന്നായ നാടോടി നൃത്ത മത്സരം കാണികൾക്ക് സമ്മാനിച്ചത് ദൃശ്യവിരുന്നിനൊപ്പം സ്വന്തം വേരുകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കുകൂടി. നാടൻ പാട്ടിൻ്റെ ശീലുകൾക്കൊപ്പം ചിലങ്കയണിഞ്ഞ കൗമാരപ്രതിഭകൾ വേദിയിലെത്തിയപ്പോൾ തെളിഞ്ഞത് കേരളത്തിൻ്റെ ഇന്നലെകളാണ്. കൊയ്ത്തുപാട്ടിൻ്റെ താളവും തെയ്യക്കോലവും കാടിൻ്റെ മക്കളുടെ അതിജീവനത്തിൻ്റെ നോവും കൗമാരക്കാർ തങ്ങളുടെ ചുവടുകളിലൂടെ ആവിഷ്കരിച്ചു. പരമ്പരാഗത പ്രമേയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വർത്തമാന യാഥാർത്ഥ്യങ്ങളിലേക്കും മത്സരാർത്ഥികൾ ചുവടുവെച്ചു. പരിസ്ഥിതി നാശവും പ്രകൃതി ദുരന്തങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വിലാപങ്ങളും നൃത്തത്തിലൂടെ അരങ്ങിലെത്തി. നാടൻ പാട്ടിൻ്റെ ഈരടികൾക്കൊപ്പം കൈകൊട്ടിയും താളം പിടിച്ചും കാണികളും മത്സരത്തിൻ്റെ ഭാഗമായി. പെൺകുട്ടികളുടെ ഹൈസ്കൂൾ വിഭാഗം കഥകളിയിൽ മിന്നും നേട്ടം സ്വന്തമാക്കി അനന്യ പ്രവീൺ. കലോത്സവത്തിന്റെ 3-ാം നാളിൽ ഉണ്ണായി വാര്യർ കലാനിലയത്തിൽ അരങ്ങേറിയ പെൺകുട്ടികളുടെ ഹൈസ്കൂൾ വിഭാഗം കഥകളിയിൽ 1-ാം സ്ഥാനം നേടി സംസ്ഥാനത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് അന്തിക്കാട് ഹൈസ്കൂളിലെ അനന്യ പ്രവീൺ. അനന്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇക്കുറി ആദ്യമായാണ് കലോത്സവത്തിൽ മാറ്റുരച്ചത്. ആദ്യ തവണ തന്നെ A ഗ്രേഡോടെ ഫസ്റ്റ് കിട്ടി സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ഗേൾസ് വിഭാഗത്തിൽ 2 ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. മത്സരം നല്ല ടഫ് തന്നെയായിരുന്നു. എന്നാലും കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടി. കഥ ഏതായിരുന്നു? അവതരിപ്പിച്ചതായിരുന്നു? ഞാൻ നിവാദ കവച കാലകേവധത്തിലെ അർജുനനായിരുന്നു കളിച്ചത്. വിജയനഹം എന്ന് പറഞ്ഞ പദമായിരുന്നു കളിച്ചിട്ടുണ്ടായത്. എത്ര നാളായി ഇത് അഭ്യസിക്കുന്നത്? 4 വർഷമായിട്ട് തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 കൊല്ലാവുന്നു. കലാനിലയം ഗോപിയാസന്റെ കീഴിലാണ് പഠിച്ചിരുന്നത്. സർവ്വതോപുരം മാവണേങ്ങാട്. അവിടെ എല്ലാവർക്കും സൗജന്യമായിട്ടെല്ലാം പഠിപ്പിക്കണേ. ഞങ്ങളെ സാമ്പത്തികപരമായിട്ടും അത്ര വലിയ റിച്ച് ആൾക്കാരൊന്നുമല്ല. അരങ്ങേറ്റം തന്നെ 1 രൂപ ദക്ഷിണ വെച്ചിട്ടാണ് എല്ലാവർക്കും അരങ്ങേറ്റം തന്നെ കഴിപ്പിച്ചത്. അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ കഥകളി തന്നെ തെരഞ്ഞെടുക്കാൻ എന്താ കാര്യം? എല്ലാവരും തെരഞ്ഞെടുക്കുന്ന ഒരു ആർട്ട് ഫോം അല്ലല്ലോ, അങ്ങനെ റെയർ ആയതുകൊണ്ട് എടുത്തതാ. വ്യത്യസ്തതയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തു, വ്യത്യസ്തമാവുകയും ചെയ്തു. രക്ഷിതാക്കളുടെ ഒക്കെ പിന്തുണ എത്രത്തോളം? അച്ഛനും അമ്മയും എല്ലാവരും കഷ്ടപ്പെട്ടാണ്. ക്ലാസ് ഒക്കെ വെക്കുമ്പോഴും നമ്മൾ കൊണ്ടാക്കുന്ന എല്ലാവരും അച്ഛനും അമ്മയും തന്നെയാണ്. മകളുടെ ഈ ഒരു വിജയത്തിൽ എത്രത്തോളം സന്തോഷമുണ്ട്? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ സാമ്പത്തികപരമായിട്ട് ഭയങ്കര ബാക്കിലേക്കുള്ള ഒരാളാണ്. പക്ഷേ നമ്മൾ അവണേക്കാട്ടുകാരും സ്കൂളുകാരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ കൊണ്ടാവുന്ന പോലെ എല്ലാം ചെയ്തു. നമ്മുടെ ക്ലാവിന് ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ് ഈ കഥകളി. ആരും തെരഞ്ഞെടുക്കാത്തൊരു ഫീൽഡാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് മാറാൻ ശ്രമിച്ചു, പക്ഷെ സമ്മതിച്ചില്ല. ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. മാറാതിരുന്നത് കൊണ്ട് മോള് ഇനി സംസ്ഥാനത്തിൽ പോകും. അതെ, എനിക്ക് അതിനും വലിയ സന്തോഷം. എനിക്ക് സ്റ്റേറ്റിലേക്ക് പോണ്. അപ്പൊ എനിക്കിപ്പോ ടെൻഷനും ഉണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. സംസ്ഥാന തലത്തിൽ നടക്കുന്നത് തൃശ്ശൂരാണ്. സംസ്ഥാന തലത്തിലേക്ക് പോകുമ്പോൾ, അത് ആദ്യമായി പോകുമ്പോൾ എങ്ങനെയുണ്ട്? എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണ്, പേടിയുണ്ട്. A ഗ്രേഡ് കിട്ടണം എന്നാണ് ആഗ്രഹം.
ആരും തിരഞ്ഞെടുക്കാത്തൊരു മേഖല തിരഞ്ഞെടുക്കുന്നു, ആ കഥകളിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അച്ഛൻ പിന്മാങ്ങാൻ പറഞ്ഞപ്പോൾ പോലും മാറാതെ മകൾ ആ കഥകളിയിൽ തന്നെ തൻ്റെ കോൺസെൻട്രേഷൻ ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആദ്യമായി പങ്കെടുത്ത് ആദ്യമായി വിജയം നേടി സംസ്ഥാന തലത്തിൽ ജില്ലയെ പ്രതിനിധീകരിക്കുകയാണ്. സാംസ്കാരിക നഗരിയിൽ നടക്കുന്ന സംസ്ഥാന കലാവേദിയിൽ ഇനി അനന്യയുടെ പ്രകടനവും കാണാം. ക്യാമറമാൻ നാഷിക് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. അരങ്ങേറ്റം കഴിഞ്ഞില്ല, പക്ഷേ കലോത്സവത്തിൽ അരങ്ങിലെത്തി തിളങ്ങി അതിഥി. മനക്കൊടി സ്വദേശി PP പ്രഭാതിന്റെയും TR ഫിസയുടെയും മകളാണ് അതിഥി. 2 വർഷം മുമ്പ് മോഹിനിയാട്ടം പരിശീലിക്കാൻ തുടങ്ങിയ അതിഥി അരങ്ങേറ്റ ചടങ്ങ് പോലും നടത്താതെയാണ് കലോത്സവ വേദിയിലെത്തിയത്. ആദ്യമായാണ് ജില്ലാതല കലോത്സവത്തിൽ പങ്കെടുത്തത്. ഉപജില്ലാ മത്സരത്തിൽ ഭരതനാട്യത്തിൽ വേദിയിൽ വെച്ച് അവസാന നിമിഷം കാലിടറിയ അതിഥിക്ക് 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ജില്ലയിൽ മോഹിനിയാട്ടത്തിൽ 1ാം സ്ഥാനം ലഭിച്ചപ്പോൾ അതിഥിക്ക് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും ഇരട്ടി സന്തോഷം. യക്ഷഗാനത്തിൽ ഒരു ടീം മാത്രം. കുന്നംകുളം ബഥനി ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക്. കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിലുള്ളത് മാത്രമാണ് യക്ഷഗാന മത്സരം. ഇത്തവണ യക്ഷഗാന മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരേ ഒരു ടീം മാത്രമാണ് ഉണ്ടായിരുന്നത്. കലോത്സവത്തിലെ വിലപിടിച്ച ഇനമാണ് യക്ഷഗാനം. ഈ കല പഠിപ്പിക്കാൻ കേരള കർണാടക അതിർത്തിയിൽ നിന്ന് ഗുരുക്കന്മാർ വരണം. ഭാഷ കന്നഡയാണ്. മിന്നിത്തിളങ്ങുന്ന വേഷം, പശ്ചാത്തലത്തിൽ വാദ്യോപകരണങ്ങൾ, മുഖത്തെഴുത്തും ഭാരിച്ച ആടയാഭരണങ്ങളുമായി 7 സംഘം വേദിയിലെത്തി. മത്സരിക്കാൻ മറ്റ് ടീമുകളില്ല. കുന്നംകുളം ബദനിയിൽ നിന്നുള്ള സംഘം മാത്രം. വേദിയിൽ 30 മിനിറ്റ് നീണ്ട പ്രകടനം. ഇനി സംസ്ഥാന കലോത്സവത്തിലേക്ക്. യക്ഷഗാനത്തിൽ കുന്നംകുളം ബദനിയുടെ പെരുമ. തൃശ്ശൂരിനെ പ്രതിനിധീകരിച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് കുന്നംകുളം ബദനി യക്ഷഗാനവുമായി. TCVക്ക് വേണ്ടി ക്യാമറമാൻ സിബി പോട്ടറിനോടൊപ്പം മുകേഷ് ലാൽ. പങ്കെടുത്ത ഇനങ്ങളിലെല്ലാം ഫിസ പർവീന് മികച്ച നേട്ടം. UP വിഭാഗത്തിലെ ഒരു സകലകലാ വല്ലഭയാണ് എനിക്കൊപ്പമുള്ളത്. ഷിസ പർവിൻ എന്നാണ് പേര്. 6ാം ക്ലാസ്സുകാരിയാണ്. HSS ചന്ദ്രാപിന്നിയിലെ ഒരു മിടുക്കി കുട്ടിയാണ്. മത്സരത്തിൽ UP വിഭാഗത്തിലാണ് മത്സരിച്ചത്. 4 വിഭാഗങ്ങളിൽ മത്സരിച്ചു. അതിൽ 3 എണ്ണത്തിൽ സെക്കൻഡ് എ ഗ്രേഡും 1 എണ്ണത്തിൽ ഫസ്റ്റ് എ ഗ്രേഡും നേടിയ മിടുക്കിയാണുള്ളത്. ഏതിലൊക്കെയാണ് മത്സരിച്ചത്? ഞാൻ ഭരതനാട്യം, ഗ്രൂപ്പ് ഡാൻസ്, മോണാക്ട്, നാടോടി നൃത്തം. അതിൽ നാടോടി നൃത്തത്തിന് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ട്. ഗ്രൂപ്പ് ഡാൻസ്, മോണാക്ട്, ഭരതനാട്യം സെക്കൻഡ്. എത്ര നാളായിട്ട് പരിശീലനമുണ്ട്? 3 മുതൽ ഡാൻസ് പഠിക്കാൻ തുടങ്ങുന്നതാ. മോണാക്റ്റും 3 മുതൽ പഠിക്കാൻ തുടങ്ങുന്നതാ. എന്നെ ഡാൻസ് ഭരതനാട്യം പഠിപ്പിക്കുന്നത് ഗിരീഷ് മാഷ്, ഫോക്ക് ഡാൻസ് സൂരജ് മാഷ്, മോണാക്ട് അഭിനയാന്നിട്ടുള്ളൊരു മാഷ്. എന്താകാൻ ആഗ്രഹം? നർത്തകിയാണോ? നമുക്കൊരു മോണാക്ടിന്റെ കുറച്ചൊരു പോർഷൻ കേട്ടാലോ? എന്താ അത്? കാലം തെറ്റൊരു മഴ, കാലം തെറ്റേ മഴ പെയ്യും. ഇത് എന്റെ കാലമാണ്, ചകുത്താന്റെ കാലം. ഞാൻ നിങ്ങളുടെ മക്കളുടെ നേരേക്ക് മഴയായി പെയ്യും, പേമാരായി പെയ്തിറങ്ങും. എന്നിട്ട് ഞാൻ അവരുടെ വലയിലാക്കും. ഞാനിത് എന്തൊക്കെയാ മോനെ പറ്റി ചിന്തിച്ചുകൊണ്ട് എനിക്ക് ജില്ലയിലും ഉപജില്ലയിലും സംസ്കൃത നാടകത്തിന് ബെസ്റ്റ് ആക്ട്രസ് ഉണ്ടായിരുന്നു. ഉപജില്ലയിൽ ബെസ്റ്റ് ആക്ടർ. അപ്പം എന്തുകൊണ്ടും സകലകലാ വല്ലഭയാണ്. കാരണം ഒട്ടനവധി ഐറ്റങ്ങളിൽ പങ്കെടുക്കുന്നു, എല്ലാത്തിലും തന്നെ എ ഗ്രേഡുകൾ സ്വന്തമാക്കുന്നു. ഭാവിയിലും വലിയൊരു നർത്തകിയും അതുപോലെ തന്നെ അഭിനേതാവും ഒക്കെ ആയി മാറട്ടെ. ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ക്യാമറമാൻ ആഷിക് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. യൂട്യൂബിൽ നോക്കി പഠിച്ചു. ലളിതഗാനത്തിൽ പ്രാർത്ഥനയ്ക്ക് 1ാം സ്ഥാനം. ഇനി ഒരു കൊച്ചു മിടുക്കിയെ പരിചയപ്പെടാം. കലോത്സവം ലളിതഗാനം UP വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ പ്രാർത്ഥനക്കുട്ടി.
പ്രാർത്ഥന മച്ചാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ആദ്യമായാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യമായി തന്നെ പാടി നേടി. പ്രാർത്ഥനക്കുട്ടിയുടെ ആ പാടിയ പാട്ടിൻ്റെ വരികളൊന്ന് നമുക്ക് കേൾക്കാം. സൗപർണിക മീട്ടും പ്രണവാമൃത മന്ത്രം ചൈത്രവിഭാത സ്മൃതികളിൽ നിറയും ചൈത്രവിഭാത സ്മൃതികളിൽ നിറയും സൗമ്യോദാത്തമാം ഗീതം. വളരെ നന്നായിട്ടുണ്ട്. ഇനി ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഈ പാട്ട് പ്രാർത്ഥന യൂട്യൂബിൽ നിന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കുകയായിരുന്നു അല്ലേ? അങ്ങനെ കണ്ടുപിടിച്ച് പാട്ട് പഠിച്ചതാണ്. തിരുത്തി കൊടുക്കാൻ ടീച്ചർ ഉണ്ടായിരുന്നു അല്ലേ? സ്കൂളിലെ ടീച്ചർ ഉണ്ടായിരുന്നു. എന്താ ടീച്ചറുടെ പേര്? ഗീത ടീച്ചർ തിരുത്തി കൊടുത്തു. എന്തായാലും യൂട്യൂബിൽ നിന്ന് ആ ഗാനം തിരഞ്ഞ് കണ്ടെത്തി പഠിച്ച് അതിന് ശേഷമാണ് കലോത്സവത്തിലെത്തിയത്. ആദ്യം സ്കൂളിൽ 1ാം സ്ഥാനം നേടി, പിന്നീട് കലോത്സവത്തിലെത്തി 1ാം സ്ഥാനം നേടിയത്. എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രാർത്ഥനക്കുട്ടിക്ക്. പ്രാർത്ഥനക്കുട്ടി വേദിയിൽ പാടുന്ന ആ ദൃശ്യം കൂടി TCB ക്യാമറമാൻ സിബി പോട്ടോർ പകർത്തിയിരുന്നു. ആ പാട്ടുകൂടി പ്രേക്ഷകർ കേൾക്കട്ടെ അല്ലേ? കാലത്തിൻ കനിവുള്ള കൈവിരലായി കാവ്യങ്ങൾ എഴുതുന്ന തീരം, കാലത്തിൻ കനിവുള്ള കൈവിരലായി കാവ്യങ്ങൾ എഴുതുന്ന തീരം, സർഗമായൂരങ്ങൾ പൊൻപീലിയില നീർത്തി, സർഗമായൂരങ്ങൾ പൊൻപീലിയില നീർത്തി നടനമാടുന്ന ജാലം. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി മാധ്യമ റിപ്പോർട്ടിംഗിനായി തയ്യാറാക്കിയ മീഡിയ ഹബ്ബ് ശ്രദ്ധേയമായി. മുഖ്യവേദിയായ ടൗൺ ഹാളിന് മുൻവശത്തായിട്ടാണ് മത്സരം നടക്കുന്ന സ്റ്റേജിന്റെ അതേ മാതൃകയിൽ ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെ മീഡിയ ഹബ്ബ് ഒരുക്കിയത്. വൈസ് ചെയർമാൻ AC സുരേഷ്, മീഡിയ കൺവീനർ CP ജോബി എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ദേശപ്പോര്. തൃശൂർ കോർപ്പറേഷൻ ലാലൂർ ഡിവിഷനിൽ നോവലിസ്റ്റ് ലിസിയെ രംഗത്തിറക്കി വിജയചരിത്രത്തിന്റെ അടുത്ത ഭാഗം എഴുതാമെന്ന പ്രതീക്ഷയിലാണ് LDF. എന്നാൽ പരിചയസമ്പന്നയായ ലാലി ജെയിംസിലൂടെ ലാലൂർ തിരിച്ചുപിടിക്കാമെന്നാണ് UDF കണക്കുകൂട്ടൽ. നിഷ സുധീർ എന്ന പുതുമുഖമാണ് NDA സ്ഥാനാർത്ഥി. പഴയ ലാലൂരിന്റെ വിലാപങ്ങളെ അക്ഷരങ്ങളിൽ ഉരുക്കിയെടുത്തിട്ടുണ്ട് ലിസി ജോയ് എന്ന എഴുത്തുകാരി. മുംബൈ എന്ന ആദ്യ നോവലിലൂടെ തന്നെ സാഹിത്യലോകത്ത് ഇടം നേടി. വിളനിലങ്ങൾ, വിലാപുറങ്ങൾ എന്നീ നോവലുകളും വായനക്കാരെ ആകർഷിച്ചു. കാത്തലിക് സിറിയൻ ബാങ്കിൽ നിന്ന് ചീഫ് മാനേജറായി വിരമിച്ച ലിസി ലാലൂർ ഡിവിഷനിൽ ഇറങ്ങുമ്പോൾ CPMന് കണക്കുകൂട്ടലുകൾ ഏറെയാണ്. പാർട്ടിയുടെ ജില്ലാ നേതൃനിരയിലെ കരുത്തനായ PK ഷാജൻ പ്രതിനിധീകരിച്ച ലാലൂരിൽ കന്നി അംഗത്തിന്റെ പരിഭ്രമമില്ലാതെ പ്രചാരണം ഊർജിതമാക്കുകയാണ് ലിസി. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച് പൊതുപ്രവർത്തനത്തിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരണമെന്ന് വിചാരിക്കുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ലാലൂരിന്റെ സ്പന്ദനങ്ങൾ 15 വർഷം മുമ്പ് കലാകൗമുദിയിലെ ആ മാലിന്യമലയെല്ലാം പൊട്ടിയൊലിച്ച് ചുറ്റുപാടുമുള്ള വീടുകളിലേക്ക് അതിന്റെ ദുരിതം കണ്ട് ഒരു കഥ എഴുതിയ ആളാണ്. അപ്പോൾ ആ മാലിന്യമല നിന്നെടുത്ത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം നൽകിയ വലിയൊരു വികസനമുണ്ട്. അത് നമ്മൾ ലോകത്തിൻ്റെ നെറുകയിലേക്ക് തന്നെ എത്തിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം വലിയൊരു ആവേശമാണ്. ആ വികസനത്തിൻ്റെ തുടർച്ച എന്തായാലും ഉണ്ടാകണമെന്നൊരു ആഗ്രഹമുണ്ട്. അഴിമതിരഹിതമായിട്ട് ഒരു ഭരണം കാഴ്ചവെക്കുക, അതിന് മുന്നോട്ട് ഇറങ്ങുക എന്നതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ കുറേ വിഷൻസും ഉണ്ട് എനിക്ക്. ലാലൂർ തിരിച്ചുപിടിക്കാൻ ശക്തയായ സ്ഥാനാർത്ഥിയെയാണ് UDF കളത്തിലിറക്കിയിരിക്കുന്നത്. 3 തവണ കൗൺസിലറായിരുന്ന ലാലി ജെയിംസ് ലാലൂരിന് സുപരിചിതയാണ്. മുൻപ് ലാലൂരിനെ പ്രതിനിധീകരിച്ച് കൗൺസിലറായിട്ടുമുണ്ട്. UDFന് ഭരണം ലഭിച്ചാൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പേരുകളിലൊന്ന് ലാലി ജെയിംസിന്റേതാണ്.
ജനം മടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. നികുതി ഭാരം കൊണ്ടും അതോടൊപ്പം തന്നെ വീട്ടുനികുതി ആയാലും കമേഴ്സ്യൽ ആയാലും വെള്ളക്കരമായാലും സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത ഒരു ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു കാലഘട്ടവും വിലക്കയറ്റവും അതോടൊപ്പം തന്നെ ഒരു സാധാരണ മനുഷ്യനെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ദുരിതം പേറി നിൽക്കുന്ന സാഹചര്യത്തിലുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിന് വലിയ പ്രസക്തിയാണുള്ളത്. തീർച്ചയായിട്ടും ലാലൂർ ഡിവിഷൻ 47-ാം ഡിവിഷനിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തോടെ UDF വിജയിച്ചു വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. NDA സ്ഥാനാർത്ഥി നിഷ സുധീറിന് ഇത് കന്നി അംഗമാണ്. ശുഭപ്രതീക്ഷയോടെ വോട്ടർമാരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് നിഷ. വിജയിക്കുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. കുറച്ച് ഉൾഭയമൊക്കെ ഉണ്ട്, ഇല്ല എന്നാലും നമുക്ക് നമ്മുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കാലത്ത് തൃശൂരിന്റെ കുപ്പത്തൊട്ടിയായിരുന്ന ലാലൂർ അതിവേഗം മാറിയിരിക്കുന്നു. ഇവിടെ നിന്നും വിജയത്തിന്റെ മാണിക്യം കഴുത്തിലണിയാൻ ആർക്കാണ് യോഗമെന്ന് കണ്ടറിയാം. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള വാശിയേറിയ മത്സരത്തിൽ 40-ാം ഡിവിഷനായ കൊക്കാലയിൽ നിന്ന് ഇത്തവണ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുൻ മേയറായിരുന്ന അജിത ജയരാജനാണ്. മേയറായിരുന്ന അനുഭവ സമ്പത്തുമായാണ് അവർ വീണ്ടും കളം പിടിക്കാൻ ഇറങ്ങുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് അജിത ജയരാജൻ പ്രചരണ രംഗത്തുള്ളത്. 2015-ൽ 39-ാം വാർഡായിരുന്ന കൊക്കാലിൽ നിന്നാണ് അജിത ജയരാജൻ വിജയിച്ച് മേയറായത്. അന്ന് UDFിലെ CB ഗീതയെ 3 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഇത്തവണയും വിജയം ഉറപ്പെന്നും എന്നാൽ മേയറാകാൻ ആഗ്രഹമില്ലെന്നും അജിത ജയരാജൻ പറയുന്നു. പക്ഷേ 39 ഡിവിഷനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊക്കാലെങ്കിൽ ഇപ്രാവശ്യം 40 കൊക്കാലയാണ്. അപ്പോൾ നമുക്ക് ഈ പഴയ നടക്കാവും കൂടി നമ്മുടെ ഇതിലേക്ക് പെട്ടു. അപ്പോൾ അവിടെ നമ്മൾ ആദ്യമായിട്ടാണല്ലോ. എങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ മുൻ മേയറായിരുന്നത് കൊണ്ട് തന്നെ മിക്കവാറും ആളുകൾക്ക് ഒരു മുഖപരിചയമുണ്ട്. പിന്നെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് അറിയുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു മുൻ മേയർ എന്ന നിലയ്ക്ക് ജനം സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. റോഡൊക്കെ വളരെ മോശം എന്നിട്ടുണ്ടെങ്കിൽ റോഡാണോ തോടാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നു. അതുപോലെയാണ് അവിടുത്തെ സ്ഥിതി. അത്രയും ബുദ്ധിമുട്ടില്ലെങ്കിലും ഇവിടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അത് നമ്മൾ ഈ 5 വർഷക്കാലം കൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തു കൊടുക്കും. കൗൺസിലർമാർ ഫോൺ വിളിച്ചാൽ എടുക്കില്ലെന്ന ജനങ്ങളുടെ പരാതി ഇനി ഉണ്ടാകില്ലെന്നാണ് അജിത പറയുന്നത്. പുതിയ ഡിവിഷനിലെ വികസന മുരടിപ്പെടുത്തു പറഞ്ഞാണ് പ്രചരണം. കണ്ണംകുളങ്ങര ഡിവിഷനിലെ BJP കൗൺസിലറായിരുന്ന വിൻഷി അരുൺകുമാറും UDFിന്റെ PK ബീനയുമാണ് എതിർ സ്ഥാനാർത്ഥികൾ. TCV ന്യൂസ്, തൃശൂർ. കായിക രംഗത്ത് നിന്നാണ് തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് LDFിന്റെ വളർക്കാവ് ഡിവിഷൻ സ്ഥാനാർത്ഥി ചിത്ര കടന്നുവരുന്നത്. രാഷ്ട്രീയത്തിന്റെ ട്രാക്കിലും 1-ാം സ്ഥാനം ഉറപ്പെന്ന് ചിത്ര TCVയോട് പറഞ്ഞു. ഏറെ വ്യത്യസ്തമായിട്ട് കായിക ലോകത്ത് നിന്നും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്തേ, ഞാൻ ചിത്ര. വളർക്കാവ് 25-ാം ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. എൻ്റെ മേഖല സ്പോർട്സാണ്. 10 വർഷമായിട്ട് ഞാൻ സ്പോർട്സ് കൗൺസിൽ വർക്ക് ചെയ്യണം. 6 വർഷം സായിൽ വർക്ക് ചെയ്തു. 100ഓളം കുട്ടികൾ ഇന്ന് ഗവൺമെൻറ് എംപ്ലോയീസാണ്. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ മേഖലയിൽ ഉള്ളൊരു പ്രവൃത്തി, എൻ്റെ ഒരു വർക്ക് കണ്ടിട്ടാണ് എനിക്കൊരു വേദി തന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതിനോട് ഞാൻ 100%ഉം വർക്ക് ചെയ്തുകൊണ്ട് തന്നെ തിരിച്ച് അതിൻ്റെ നന്ദി കാണിക്കുന്നു. പാണഞ്ചേരിയിൽ കോൺഗ്രസിന് വിമത സ്ഥാനാർത്ഥി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശകുന്തള ഉണ്ണികൃഷ്ണൻ വിലങ്ങന്നൂർ വാർഡിൽ നാമനിർദ്ദേശ പത്രിക നൽകി. ആര്യ ശരത്താണ് UDFിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. മാളയിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ റിബലായി ചേട്ടൻ നാമനിർദ്ദേശ പത്രിക നൽകി. മാള പഞ്ചായത്തിലെ കോട്ടമുറി വാർഡ് 11-ലാണ് ഇരുവരും നാമനിർദ്ദേശ പത്രിക നൽകിയത്. കോൺഗ്രസ് മാള മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ജിയോ ജോർജ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായപ്പോൾ വൈസ് പ്രസിഡന്റായ ജ്യേഷ്ഠൻ ലിയോ ജോർജ് എതിർ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇരുവരും താമസിക്കുന്നത് 2 വാർഡുകളിലാണ്. നിലവിൽ മാള പഞ്ചായത്തിൽ മെമ്പറായ ജിയോ ജോർജ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയാണ്. അതേസമയം സഹോദരന്മാരിൽ ഒരാളെ പിൻവലിപ്പിക്കാൻ പാർട്ടിയിൽ ചർച്ചകൾ നടക്കുന്നതായി സൂചനയുണ്ട്. തൃശൂർ പരിശുദ്ധ വ്യാകുലമാതാവിൻ ബസലിക്ക തീർത്ഥകേന്ദ്രത്തിലെ ശതാബ്ദി പ്രതിഷ്ഠാ തിരുനാളിനെ കൊടിയേറി. ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. ബസലിക്ക റെക്ടർ ഫാദർ തോമസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ബെൻവിൻ തട്ടിൽ, ഫാദർ പ്രിൻസ് ചെറുതാണിക്കൽ, മാനേജിംഗ് ട്രസ്റ്റി ജോസ് ആലപ്പാട്ട്, കൈക്കാരന്മാരായ TT ജോസഫ്, ജോസഫ് പല്ലൻ, കിരൺ ചാണ്ടി, ജനറൽ കൺവീനർ ജോയ് കോമ്പാറക്കാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 28, 29, 30 തീയതികളിലാണ് പ്രതിഷ്ഠാ തിരുനാൾ.
പറപ്പൂർ സെയിന്റ് ജോൺ നെബുംസ്യാൻ ഫൊറോന ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി. തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയം വൈദ്യുത ദീപാലങ്കൃതമായി. ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം MLA സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. വികാരി ഫാദർ സെബി പുത്തൂർ, ജനറൽ കൺവീനർ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി, നടത്തുകൈക്കാരൻ AT അഗസ്തി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് തിരുനാൾ. ഇനി വാണിജ്യം. സൂര്യഭാരതി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭങ്ങളായ സൂര്യഭാരതി ഇൻഷുറൻസ് ബ്രോക്കിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് ഓഫീസിന്റെയും MK ബ്രന്റ് ക്രൂഡിന്റെയും ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. തൃശൂർ നായ്ക്കിനാൽ AR മേനോൻ റോഡിൽ ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗിലാണ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. സിനി ആർട്ടിസ്റ്റ് ലക്ഷ്മി ഗോപാലസ്വാമി, സൂര്യഭാരതി ഗ്രൂപ്പ് ചെയർമാനും SB ഇൻഷുറൻസിന്റെയും MK ബ്രന്റിന്റെയും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ KP മനോജ് കുമാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ SB ഇൻഷുറൻസ് ഡയറക്ടർ അജിത് കുമാർ, കേശവദാസ്, ജയകൃഷ്ണൻ, ഷബ്ന, ജനറൽ മാനേജർ മഹേഷ് വാര്യർ, ചീഫ് മാനേജർ പൂജ തുടങ്ങിയവർ സംസാരിച്ചു. NITC ഡയറക്ടർമാരായ വിദ്യാസാഗർ, KV മധു, സന്തോഷ് കുമാർ, ഉണ്ണികൃഷ്ണൻ, ജയകുമാർ, ചിന്തു സതീശൻ, ഇന്ദിര വിജയൻ, ശശികുമാർ, ബാലൻ കണിമംഗലം, അനുരാഗ് അശോകൻ, PV സജീവ്, മനോജ് താമത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. സാധാരണക്കാർക്കും താങ്ങാവുന്ന നിരക്കിൽ സമഗ്രമായ കവറേജ് ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുക എന്നതാണ് SB ഇൻഷുറൻസിന്റെ ലക്ഷ്യം. ലൈഫ് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, വാഹന ഇൻഷുറൻസ്, റീ ഇൻഷുറൻസ് എന്നിങ്ങനെ ഈ മേഖലയിലെ എല്ലാവിധ സേവനങ്ങളും ഇന്ത്യയിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളുമായുള്ള സഹകരണത്തോടെ SB ഇൻഷുറൻസിൽ ലഭ്യമാണ്. ഏറ്റവും മികച്ച സ്കീമുകൾ ഏറ്റവും മിതമായ നിരക്കിൽ ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കും. MK ബ്രന്റ് ക്രൂഡ് ട്രേഡിംഗ് കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിലൂടെ സൂര്യഭാരതി ഗ്രൂപ്പ് ക്രൂഡ് ഓയിൽ മേഖലയിലേക്കും സംരംഭക നിക്ഷേപം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. സൂര്യഭാരതി ഫൗണ്ടേഷന്റെ കീഴിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന 100ഓളം ശാഖകൾ 500ൽ കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്ന് സൂര്യഭാരതി ഗ്രൂപ്പ് CMD KP മനോജ് കുമാർ പറഞ്ഞു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,410 രൂപ, പവന് 91,280 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. പുത്തൻചിറയിൽ 2020 പാർട്ടി പ്രതിനിധിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചില്ല. പലയിടങ്ങളിലും മുന്നണികൾക്ക് വിമതശല്യം രൂക്ഷം. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ശനിയാഴ്ച. കോർപ്പറേഷൻ കുട്ടൻകുളങ്ങര ഡിവിഷനിലെ BJP സ്ഥാനാർത്ഥി V ആതിരയെ മാറ്റി. M ശ്രീവിദ്യ പുതിയ സ്ഥാനാർത്ഥി. ഇരിഞ്ഞാലക്കുടയിൽ 4 ദിവസം നീണ്ടുനിന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. ആതിഥേയരായ ഇരിഞ്ഞാലക്കുട ഉപജില്ലയ്ക്ക് സ്വർണ്ണ കിരീടം. സമഗ്ര കവറേജിനുള്ള പുരസ്കാരം TCVക്ക്. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ ആക്രമിച്ച പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആക്രമണത്തിന് പിന്നിൽ സാമ്പത്തിക തർക്കമെന്ന് സൂചന. വാടകയ്ക്ക് കൊടുത്ത കാർ തിരിച്ചുപിടിക്കാനെത്തിയ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. ആലുവ പാനായിക്കുളം സ്വദേശി സോളമനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കാറിന്റെ ബോണറ്റിൽ പിടിച്ച് തൂങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച സോളമനെയും കൊണ്ട് കാർ ഓടിച്ചത് 7 കിലോമീറ്ററോളം. മാളയിൽ പോസ്റ്റ് ഓഫീസിന്റെ കെട്ടിടത്തിന് തീപിടിച്ചു. ഫയലുകളും ഫർണിച്ചറുകളും കത്തിനശിച്ചു. കയ്പമംഗലത്ത് അമിത വൈദ്യുതി പ്രവാഹത്തെ തുടർന്ന് വീടിനുള്ളിലെ ഉപകരണങ്ങൾ കത്തിനശിച്ചു.
ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.